അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് 21-ാം ദിവസം നമ്മുടെ ഈ ഒരു വൈൻ ബോട്ടിൽ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെറോ ടാപ്പാണ് ചുറ്റിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും മാവ് എടുക്കരുത് കേട്ടോ. ഞാൻ ആദ്യം മാവ് വെച്ച സമയത്ത് കുഴപ്പമില്ലായിരുന്നു, അതെല്ലാം ഉണങ്ങി പിടിച്ചിരുന്നു. പക്ഷേ രണ്ടാം ദിവസപ്പോഴത്തേക്കും മഴ സമയം കൂടെ ആയതുകൊണ്ട് ഇവിടുന്ന് സൈഡിൽ നിന്ന് ഒഴിച്ചിറങ്ങാൻ തുടങ്ങി. അപ്പോൾ മൂന്നാം ദിവസം 4 ദിവസം ആയപ്പോൾ തന്നെ ഞാനതിനെ മൊത്തം ഏകദേശം എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ സെറോ ടാപ്പ് കിട്ടി. ഇങ്ങനെ ചുറ്റേണ്ട കാരണം വെച്ചാൽ നമുക്കൊരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ നല്ല മണം വരും. അതായത് വൈനിൻ്റെ ഒരു മണം തന്നെ വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാനൊക്കെ തോന്നും. അപ്പോൾ എനിക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനതൊക്കെ ഒന്ന് കവർ ചെയ്ത് മണം സ്മെല്ല് പുറത്തേക്ക് വരാതെ ഞാനിപ്പോൾ ഒരു സെറോ ടാപ്പ് ചുറ്റി വെച്ച്. എന്നാലും നല്ല മണമുണ്ട്. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അടിപൊളി മണം. എന്തായാലും നോക്കട്ടെ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് തെളിച്ച് നമുക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ കൊത്തൊക്കെ ഒന്ന് അടിച്ച് മാറ്റി നമുക്കൊന്ന് തെളിച്ചെടുക്കാം. എന്തായാലും ആദ്യം ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. ഓക്കെ, കൊത്ത് മാറ്റി. സൂപ്പർ. നമുക്കിപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുണ്ട്. ഇനിയും കുറേ ദിവസം കൂടെ കഴിയുകയാണെങ്കിൽ ഇനിയും ടേസ്റ്റ് കൂടും. എന്തായാലും നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് അരിച്ച് മാറ്റിയിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ വൈനൊക്കെ ഈ കുപ്പികളിലൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്തതിന് അല്പം കരടൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ തെളിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം. നമ്മുടെ വൈൻ ഇപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങാം. പക്ഷേ ഇനി ഇരിക്കും തോറും നമുക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ തെളിയാൻ വെച്ചിരിക്കുന്നതിന് തെളിയാൻ വേണ്ടി കുറേ ദിവസം എടുക്കും. അപ്പോൾ അതൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നന്നായിരിക്കും. എന്തായാലും ഇതെല്ലാം ഒന്ന് അരിച്ച് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ വൈൻ്റെ 3 കുപ്പികളിലാക്കിയിട്ടുണ്ട്. ഇത് ഒരുപാട് കരടുള്ളതാണ്. ഇത് 2 ഏകദേശം തെളിഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ വൈനിന് ഏകദേശം ഇളം മഞ്ഞ കളറാണ്. ഇതിപ്പോൾ കുറേ ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് മഞ്ഞയാകും. പിന്നെ ഇത് തെളിയാനുണ്ട്. ഇപ്പോൾ ഈ സ്പേസ് ഇത്ര ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ എയർ റിയാക്ഷൻ ഇനി നടക്കുകയാണെങ്കിൽ എയർ നമുക്കിപ്പോൾ ഇതിനകത്ത് നിൽക്കാനും തുറന്ന് വിടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഫുൾ നിറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിറഞ്ഞ് കളയാൻ സാധ്യതയുണ്ട്. അത് തുറക്കുന്ന സമയത്ത് പറഞ്ഞ് പുറത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.